എന്തായാലും ഈ പറിക്കുന്ന കുറ്റികളിൽ നിന്ന് 3 കുറ്റി മീഡിയ വൺ ചാനലിന് കൊടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ അടുപ്പൂട്ടി ചർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റും. സത്യത്തിൽ ആ കേരയിൽ പ്രൊജക്റ്റിനകത്ത് ആവശ്യമാണോ എന്ന് വെച്ചാൽ ആവശ്യമാണ്. പക്ഷേ അത് ജനങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരേണ്ടിരുന്നതാണ്. 2022 അത് വലിയ വിവാദമാവുന്നു. രാവിലെ ആൾക്കാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉണ്ട് വാഷ്റൂമിനകത്ത് കുറ്റി, അടുക്കളയെ കുറ്റി, കട്ടിലടി കുറ്റി, കാണുന്ന സ്ഥലം കുറ്റി കിടക്കുക. നിലവിലുള്ള സംവിധാനങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള ലൈനുകളെ അതേ പാതകൾ ഇരട്ടിപ്പിക്കുക, കൂടുതൽ സ്ഥലങ്ങൾ അതിനു വേണ്ടി അക്വയർ ചെയ്യുക. അതിന് കേന്ദ്ര ഗവൺമെൻറ് വില്ലിങ്ങുമാണ്. പണ്ട് MK മുനീർ മന്ത്രിയായിരുന്ന സമയത്ത് എക്സ്പ്രസ് ഹൈവേ എന്ന രീതിയിലൊരു ആശയം കൊണ്ടുവന്നു. അത് റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ട. അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ DYFലുള്ള കാലത്താണ്, കേരളത്തെ 2ആയി വിഭജിക്കും. ഹൈവേക്ക് വീതിയുള്ള സ്ഥലങ്ങളിലെല്ലാം മെട്രോ പ്രായോഗികമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ബാക്കിയുള്ള സ്ഥലം അവർക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഖമായിട്ട് യാത്ര ചെയ്യാം. നമസ്കാരം. നമസ്കാരം. രാജ്യമേ, നമ്മുടെ കേരളിൻ്റെ കുറ്റികൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ളത് മൊത്തം പിഴുതും മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കേരയിൽ ക്യാൻസൽ ചെയ്തു. അതിൽ കേരളയുമായി ബന്ധപ്പെട്ടെടുത്തുള്ള കേസുകളെല്ലാം റദ്ദ് ചെയ്തിട്ടുണ്ട്. ഈ കേരളിനെ പറിക്കുന്ന കുറ്റി കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല, കുറ്റി പറിക്കുന്നതിന് മുമ്പ് കല്ല് പറിച്ചാൽ പല്ല് പറിക്കും എന്ന് നമ്മളെ ഡോക്ടർ, കേരളത്തിലെ അറിയപ്പെടുന്ന ഡെന്റിസ്റ്റായിട്ടുള്ള MV ജയരാജൻ അന്ന് പ്രസ്താവന ഇറക്കിയായിരുന്നു. അന്ന് പുള്ളി കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാകേഷ് വരുന്നതിന് മുമ്പ്, കല്ല് പറിച്ചാൽ പല്ല് പറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഈ പറിക്കുന്ന കുറ്റികളിൽ നിന്ന് 3 കുറ്റി മീഡിയ വൺ ചാനലിന് കൊടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ അടുപ്പൂട്ടി ചർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റും. ഈ കസേരയൊക്കെ ഒഴിവാക്കിയിട്ട് 3 ഫിക്സ് ചെയ്ത് 3 കുറ്റിയിലിരുന്നാൽ മതി. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെ കുറ്റിയിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ. ചർച്ചയിൽ മറ്റു പല കാര്യങ്ങൾക്കും കുറ്റിയിരിക്കുക. അപ്പോൾ അവർ 3 കുറ്റി അവർക്ക് കൊടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഈ കേരയിൽ പ്രൊജക്റ്റ് എന്ന് പറയുമ്പം സത്യത്തിൽ ആ കേരയിൽ പ്രൊജക്റ്റിനകത്ത് ആവശ്യമാണോ എന്ന് വെച്ചാൽ ആവശ്യമാണ്. പക്ഷേ അത് ജനങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരേണ്ടിരുന്നതാണ്. 2022 അത് വലിയ വിവാദമാവുന്നു. രാവിലെ ആൾക്കാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉണ്ട് വാഷ്റൂമിനകത്ത് കുറ്റി, അടുക്കളയെ കുറ്റി, കട്ടിലടി കുറ്റി, കാണുന്ന സ്ഥലം കുറ്റി കിടക്കുക. അപ്പോൾ തോന്നുന്ന പോലെ നാട്ടുകാരുടെ വീട്ടിലോട്ട് കയറി ചെന്ന് കുറ്റി ഇടുന്നൊരു പരിപാടി തുടങ്ങി. പക്ഷേ ഈ കുറ്റി എന്ന് പറയുമ്പം ആലോചിക്കേണ്ടത്, കന്യാകുമാരി പോയിട്ട് നമുക്ക് കുറ്റിടാൻ പറ്റത്തില്ല. കന്യാകുമാരിയും കഴിഞ്ഞ് പാഠശാല തൊട്ടേ നമ്മൾ അവിടെ തൊട്ടേ ഇങ്ങോട്ട് ഉള്ള പാലക്കാട് വരെയുള്ള പ്രദേശത്ത്, അല്ലെങ്കിൽ പാലക്കാട് നിന്ന് ഇപ്പുറത്തുകൂടെ ഷൊർണൂർ വഴി മംഗലാപുരത്തിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മളെ കാസർഗോഡ് ബോർഡർ വരെ നമുക്ക് കുറ്റിയിടാനും ഈ കേരയിൽ സംവിധാനം കൊണ്ടുവരാനും കഴിയും, മഞ്ചേശ്വരം വരെ. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് പോകുന്നവർ അവിടെ ചെന്ന് ഈ ട്രെയിനിന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ വേറെ ട്രെയിനിന് കയറി പോകണം. ഇവിടെ നിന്ന് ആരും കാസർഗോഡ് കാണാൻ വേണ്ടി പോകുന്നില്ല. കാസർഗോഡ് നിന്ന് ആരും തിരുവനന്തപുരത്ത് പിന്നെയും വരുന്നുണ്ട്. RCCയിലും അവിടെ ഇവിടെയൊക്കെയുള്ള പല കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലൊക്കെ വരുന്നുണ്ട്. പാലക്കാടോട്ടായിട്ട് ആരും പോകുന്നില്ല. കാരണം പോകുന്നവന് വല്ല ചെന്നൈയിലോട്ടോ സേലത്തോട്ടോ പോകുന്ന പോക്കിൽ പാലക്കാട് വഴി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു അപ്രായോഗികത ഉണ്ടായിരുന്നു. നിലവിലുള്ള സംവിധാനങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള ലൈനുകളെ അതേ പാതകൾ ഇരട്ടിപ്പിക്കുക, കൂടുതൽ സ്ഥലങ്ങൾ അതിനു വേണ്ടി അക്വയർ ചെയ്യുക. അതിന് കേന്ദ്ര ഗവൺമെൻറ് വില്ലിങ്ങുമാണ്. കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ അശ്വിനി വൈഷ്ണവ് വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് വരുത്തി വെച്ചിട്ടുള്ളത്. മാത്രമല്ല, കേരളത്തിലെ ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ഏറ്റവും ഭംഗിയായിട്ട് നടന്നിട്ടുള്ളൊരു 11-12 വർഷമാണ് കഴിഞ്ഞു പോയത്. അപ്പം ആ രീതിയിലേക്കുള്ളൊരു പരിപാടിയായിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. പണ്ട് MK മുനീർ മന്ത്രിയായിരുന്ന സമയത്ത് എക്സ്പ്രസ് ഹൈവേ എന്ന രീതിയിലൊരു ആശയം കൊണ്ടുവന്നു. അത് റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ട. അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ DYFലുള്ള കാലത്താണ്, കേരളത്തെ 2ആയി വിഭജിക്കും. അപ്പുറത്തെ വീട്ടിലെ അമ്മാവൻ്റെ വീട്ടിൽ പോകാൻ ഇപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഇടയിൽ കൂടെ വലിയ മതിൽ വരും. ഇതിനിപ്പോൾ അടിയിൽ സംവിധാനം ഇല്ലേ? ഇത് പില്ലർ വെച്ച് പോകത്തില്ലേ? പാടത്തൂടെയൊക്കെ പില്ലർ വെച്ചാൽ അല്ലാതെ മണ്ണ് കെട്ടി പൊന്തിച്ചിട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ ഈ പ്രായോഗികമായ ഒരു ധാരണയും ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇല്ല എന്ന് നടിച്ചിട്ടോ ആണ് അന്ന് വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇതിനുപയോഗിക്കുന്ന കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കല്ലല്ല, അറിയാമല്ലോ. കരിങ്കലിൻ്റെ ഉപയോഗം നടക്കത്തില്ല. കരിങ്കലിൻ്റെ ഉപയോഗം നടക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ ഇത് വയനാട്ടിലെ റീബിൽഡ് വയനാട് പ്രൊജക്റ്റിന് വേണ്ടി മുണ്ടക്കൈ ചുരൽമലയിലെ വീടുകളുടെ പണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കായിരുന്നു. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സിമൻ്റാണുള്ളത്. അതും ഈ കുടക്കമ്പി പോലെയുള്ള വളരെ കനം കുറഞ്ഞ കമ്പിയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതേപോലെ നെറ്റ് ടൈപ്പിലുള്ള കമ്പിയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി കൊണ്ടുപോയിട്ടൊരു ബിൽഡിംഗ് പ്രൊജക്റ്റിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ല ആഴത്തിൽ എക്സവേറ്റ് ചെയ്തിട്ട്
അതിനകത്ത് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ പറ്റും. അല്ലാതെ ബേസ്മെൻറ്റിന് പോലും ഇത് പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നമുള്ളത്. രണ്ട്, പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുലിമുട്ടിൽ ഉപയോഗിക്കാൻ നമുക്ക് വെക്കാം. പക്ഷേ ഇതിനകത്ത് പിന്നെ ഉപയോഗിച്ചിട്ടുള്ള സിമെൻറ്റിൻ്റെ ക്വാളിറ്റി എന്താണ് ഒന്നും അറിയാതെ പുലിമുട്ടിന് കല്ല് തന്നെ കൊണ്ടിടണം. അല്ലെങ്കിൽ അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള സിമെൻറ്റ് ബ്ലോക്ക് ആയിരിക്കണം. പിന്നെ QC അത്രയും ചെക്ക് ചെയ്തിട്ടുള്ളത്. ഈ സാധനം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് ഇത് അലിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇത് ഒരു തിരയടിക്കുമ്പോൾ അതിനുള്ള വലുപ്പമേ ഉള്ളൂ. തിരയടിക്കുമ്പോൾ ഇത് നേരെ കടലിലോട്ട് പോകും. അപ്പോൾ പുലിമുട്ടായിട്ട് ഉപയോഗിക്കാനും പറ്റത്തില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വികസനത്തിനകത്ത് പിന്നെ കുറച്ചുകൂടെ പിന്നെ പ്രായോഗികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെട്രോ സിസ്റ്റം പിന്നെ കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം പിന്നെ തുടങ്ങിയിട്ടുള്ള സിറ്റികളിൽ കൂടി മെട്രോ സംവിധാനം കൊണ്ടുവരുന്നത് ഗുണം ചെയ്യും. ഇപ്പോൾ തൃശ്ശൂർ നിന്നുള്ള മെട്രോയ്ക്ക് നേരെ ആലുവയിലോട്ട് കണക്ടിവിറ്റി കൊടുക്കണമെന്നില്ല, നെടുമ്പാശ്ശേരിക്ക് കണക്ടിവിറ്റി കൊടുക്കുക. ഇറങ്ങേണ്ടവർ അങ്കമാലിൽ ഇറങ്ങട്ടെ, പിന്നെ അത്താണിയിൽ ഇറങ്ങിക്കോട്ടെ, അത്താണിയിൽ സ്റ്റോപ്പ് വെക്കുക. അതേപോലെ തന്നെ കോഴിക്കോട് അങ്ങനെ, അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നമ്മുടെ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ അളവ് കുറയും. ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് തന്നെ എല്ലാവരും വണ്ടി പാർക്ക് ചെയ്തിട്ട് മെട്രോയിൽ കയറിയാൽ ജോലിക്ക് പോകുന്നത്. പക്ഷെ അപ്പോഴും റഷുണ്ട്, റോഡ് ബ്ലോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഈ മെട്രോയും കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു. ആശുപത്രിയിലോട്ട് പോകുന്ന രോഗികളെല്ലാം റോട്ടിൽ കിടന്ന് മരിച്ചു പോകും, ആംബുലൻസിൽ കിടന്നിട്ട്. പിന്നെ മെട്രോയ്ക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ സ്ഥലം അക്കേറേണ്ടി വരുന്നില്ല. സംഭവം ഇത് നിലവിലുള്ള റോഡിൻ്റെ നടുവിൽ തന്നെ പില്ലർ വെച്ചിട്ട് ബാക്കി പ്ലാറ്റ്ഫോം പിന്നെ നമ്മുടെ തലയ്ക്ക് മേളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പില്ലറിന് വരുന്നൊരു ഏരിയ, സെൻട്രലിലെ ഏരിയ മാത്രമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഹൈവേക്ക് വീതിയുള്ള സ്ഥലങ്ങളിലെല്ലാം മെട്രോ പ്രായോഗികമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ബാക്കിയുള്ള സ്ഥലം അവർക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഖമായിട്ട് യാത്ര ചെയ്യാം. വാഹനാപകടങ്ങൾ കുറയും, റോഡിലെ റഷ് ഒരു പരിധി വരെ കുറയും. കാരണം ദിവസവും എത്രായിരം വണ്ടി കേരളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഈ വണ്ടിയെല്ലാം ഇവിടെ റോഡ് അതിനനുസരിച്ച് വികസിക്കുന്നില്ല. വണ്ടികളുടെ ഉൽപ്പാദനം കൂടുന്നുണ്ട്, വണ്ടികളുടെ നമ്മുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടുതലാണ്. ഇല്ലെങ്കിൽ EMI വെച്ചിട്ടാണെങ്കിലും നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട്. മലയാളി ഒരു വീടുണ്ടെങ്കിൽ ഒരു കാറുണ്ടെന്നുള്ള അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ എപ്പോഴും പഴയടത്ത് കിടക്കുക. അപ്പോൾ ആ സംവിധാനങ്ങൾക്കകത്ത് ഈ റോഡിനകത്ത് വികസിപ്പിക്കാനും ബുദ്ധിമുട്ടുണ്ട്. റോഡിൻ്റെ വീതി കൂട്ടുക എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. എലിവേറ്റഡ് ഹൈവേ ഒക്കെ വരുമ്പം പിന്നെയും ഓക്കെ. കാരണം പിന്നെ പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ആലപ്പുഴ വരെ ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേ ആണല്ലോ വരുന്നത്. അതെ, പിന്നെ എന്നാൽ തന്നെ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മളെ തലമുറകളോളം നമുക്ക് അഫോർഡ് ചെയ്യേണ്ടി വരും. നമ്മളതിൻ്റെ പിന്നെ തിരിച്ചറിവുകൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. അതിന് എക്സ്ട്രാ ടാക്സ് പിരിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പാലിയേക്കരെ ഇവിടെയൊക്കെ ടോൾ പിരിക്കുന്ന എത്രയാണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഈ ടോൾ പിരിവുകളൊക്കെ ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കണക്ടിവിറ്റി, ഓരോ പ്രദേശമായിട്ട് കണക്ടിവിറ്റി ഉള്ള രീതിയിലൂടെ മെട്രോ കൊണ്ടുപോവുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് വളരെ പ്രായോഗികമാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ്, ബാക്കിയുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളിടത്തൊക്കെ പിന്നെ മെട്രോ ലൈൻ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് അത് തമ്പാനൂർ തൊട്ട് അങ്ങ് തുടങ്ങിയിട്ട് പട്ടം, കേശവദാസപുരം ഒക്കെ ഉൾപ്പെട്ട രീതിയിൽ പിന്നെ സെക്രട്ടേറിയറ്റ്, മ്യൂസിയം അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മെട്രോയ്ക്ക് അവിടെ സ്കോപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് എത്ര വലിയ ഓവർ എക്സ്പെൻസ് വരത്തില്ല. അങ്ങനെയുള്ള രീതിയിലേക്കാണ് നിലവിലുള്ള റെയിൽവേ ലൈനുകളെ വിപുലീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ പങ്കെന്ന് പറയുന്നത്, ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരയിൽ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ തുടങ്ങിയിട്ട് കേരളത്തിൻ്റെ ഒരു തലയ്ക്കുന്ന ഒരു തലയ്ക്കൽ വരെ എത്തുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെന്നൈയിലോട്ടോ വിശാഖപട്ടണത്തോട്ടോ ഭുവനേശ്വറിലോട്ടോ പോകുന്നവൻ അവിടെ നിന്ന് ട്രെയിൻ മാറിക്കയറണം. ഇതാണ് പ്രശ്നം. ഈ റൂട്ടിലല്ല, ഈ ട്രാക്കിലല്ലോ മറ്റേ ട്രെയിൻ വരുന്നത്. ഈ കോച്ചിലും അല്ലല്ലോ പോകണ്ടേ, മാറിക്കയറേണ്ട അവസ്ഥ വരും. പാലക്കാട് ചെന്ന് കഴിഞ്ഞാൽ ട്രെയിൻ മാറിക്കയറേണ്ടി വരും. ഇല്ലെങ്കിൽ ഇപ്പുറത്ത് മഞ്ചേശ്വരത്ത് ചെന്ന് കഴിഞ്ഞാലോ പയ്യന്നൂർ ചെന്ന് കഴിഞ്ഞാലോ ട്രെയിൻ മാറിക്കയറേണ്ടി വരും അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്തെ അപ്രായോഗികതകളെക്കുറിച്ച് വേണ്ടത്ര പഠനം നടത്താതെയാണ് അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ എന്തായിരുന്നാലും പിന്നെ പ്രമുഖ ദന്തരോഗ വിദഗ്ധൻ പിന്നെ MP ജയരാജൻ ഇപ്പോൾ പല്ലും വേണ്ട, കല്ലും വേണ്ട, ഒന്നും വേണ്ട, അപ്പം നഖം വരെ പോയി കിടക്കുക, പല്ലെല്ലാം കുഴിഞ്ഞും പോയി. കാരണം ആ അവസരത്തിൽ പാർട്ടിയുടെ അവസ്ഥ ഇവരിങ്ങനെ ഈ അഹങ്കാരം പറഞ്ഞ് എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് നീട്ടിപ്പറിച്ചതിനെ കുറിച്ച് പറയുന്നില്ല. കാരണം നമ്മൾ കുറച്ചുകൂടെ സ്റ്റഡിയിലായിട്ട് സംസാരിക്കേണ്ടുന്നൊരു വിഷയമാണ്. കാരണം ഒരു അക്കാദമിക് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് സമീപിക്കേണ്ടതാണ്. അതിൻ്റെ സബ്ജക്റ്റ് എക്സ്പേർട്സുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഇരുന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രാഥമികമായൊരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പുലിമുട്ടി കൊണ്ടുപോയിടാനും ഇത് പറ്റത്തില്ല. ഇത് വയനാടിൽ കൊണ്ടുപോയിട്ട് പിന്നെ വീടിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബേസ്മെൻറ്റ് കെട്ടാൻ പറ്റത്തില്ല. ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. മൂന്നാമത് പിന്നെ അതുകൊണ്ടുള്ളൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ മീഡിയ വണ്ണിന് 3 കല്ല് കൊടുത്തു കഴിഞ്ഞാൽ ദാവൂദും പിന്നെ അജിംസും ഒക്കെ കൂടെ വൈകുന്നേരം അതിൻ്റെ മേളിൽ കയറി ചർച്ച നടത്തിക്കോളും.